നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് സശീന്ദ്രൻ. ഇന്ന് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി എന്ത് തരത്തിലുള്ള കേൾവി കുറവിനുള്ളൊരു ഓപ്ഷനാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കുറച്ച് റിക്വസ്റ്റുകൾ വന്നിരുന്നു, അതായത് കോക്ലിയർ ഇംപ്ലാന്റ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് കവർ ചെയ്യാമോ എന്ന്. അപ്പം ഇന്ന് ഈ ഡിവൈസ് അതിനെക്കുറിച്ച് നമുക്ക് ബ്രീഫായിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ ഇതൊരു ഡിവൈസ്, അതായത് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു ഡിവൈസാണ്. ഇത് നമ്മൾ ഒരു സർജറി വഴി നമ്മുടെ ഇന്നർ ഇയറിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ചെവിയുടെ ബേസിക്സ് അല്ല ഇയറിൻ്റെ ബേസിക് അനാറ്റമി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ്സ് ബേസിക്കലി നമ്മൾ ഇന്നർ ഇയർ, അതായത് കോക്ലിയ എന്നുള്ള ഒരു ഇന്നർ ഇയറിൻ്റെ ചെറിയ ഭാഗത്താണ് നമ്മൾ ഈ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു റിസീവർ സ്റ്റിമുലേറ്റർ, അതാണ് ഈ കാണുന്ന ഭാഗം. ഇതിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ചെവിയുടെ പുറകിൽ സ്കിന്നിന് അടിയിൽ, അതായത് നമ്മുടെ സ്കൾ, നമ്മുടെ തലയോട്ടി, നമ്മുടെ ബോൺ, അതിൻ്റെ മുകളിൽ, അതായത് സ്കിന്നിനടിയിലും നമ്മുടെ ബോണിന് ജസ്റ്റ് മേളിലുള്ള ഒരു ഏരിയയിലാണ് ഈ പറഞ്ഞ ഈ സ്റ്റിമുലേറ്റർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഇലക്ട്രോഡ് എറേ പുറത്തോട്ട് വരും. അപ്പം ഇതിൽ ചെറിയ ഇലക്ട്രോഡ്സ് ഉണ്ട്. അഡ്വാൻസ് ബയോണിക്സ് കമ്പനിയുടെ ഒരു ഡമ്മി ഇലക്ട്രോഡാണ്. അപ്പം ഇതിനകത്ത് ഇത് റിസീവർ സ്റ്റിമുലേറ്റർ, ഇതിലുള്ള മാഗ്നറ്റ്, എന്നിട്ട് ഈ കാണുന്നതാണ് ഇലക്ട്രോഡ് എറേ. അപ്പം ശരിയായിട്ടുള്ള ഒരു ഡിവൈസിൽ ഇതിൻ്റെ അറ്റത്ത് ഇലക്ട്രോഡ്സ് കാണും. ഈ ഇലക്ട്രോഡ്സ് 16 തൊട്ട് 24 വരെ നമ്പർ ഇലക്ട്രോഡ്സ് കാണും. അത് ഓരോ മോഡൽ പ്രകാരം മാറുകയും അതിൻ്റെ നമ്പേഴ്സിൽ ഡിഫറൻസ് കാണും. നമ്മൾ ഇയറിൻ്റെ അനാറ്റമി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഇന്നർ ഇയറിൽ ഈ കോക്ലിയ എന്ന് പറഞ്ഞൊരു ഭാഗത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ കോക്ലിയയുടെ അകത്ത് ഒത്തിരി ചെറിയ ചെറിയ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ കറൻസ് ജനറേറ്റ് ചെയ്യുകയും ആ കറൻസ് നമ്മുടെ കേൾവിയുടെ ഞരമ്പ് വഴി ബ്രെയിനിലോട്ട് എത്തുന്നത്. അപ്പം ഒരു പക്ഷെ നമ്മൾ ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതായത് പ്രൊഫൗണ്ട് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അങ്ങനെയുള്ള പേഷ്യൻസിൽ ഈ ഹെയർ സെൽസ് ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇലക്ട്രോഡാണ് നമ്മൾ ഈ കോക്ലിയ എന്ന് പറഞ്ഞ ഈ ഒരു കോയിൽഡ് അല്ലെങ്കിൽ ഒരു സ്നെയിലിൻ്റെ ഷേപ്പുള്ള ഈ ഒരു ഏരിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇലക്ട്രോഡ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇതിന് ചുറ്റും ഇങ്ങനെ റൗണ്ടായിട്ട് ടേൺ ചെയ്ത് ഈ കോക്ലിയയുടെ ഓരോ ഏരിയാസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെയാണ് ഇതിൽ നിന്ന് കോക്ലിയയിൽ നിന്ന് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നതും അത് നമ്മുടെ ഈ ഞരമ്പുകൾ വഴി ബ്രെയിനിലോട്ട് എത്തിപ്പെടുന്നതും. അപ്പോൾ ഇതാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയുടെ ഇൻറ്റേർണൽ കമ്പോണൻറ്റ്. ഇതാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അകത്ത് വെക്കുന്നത്. അതുകൂടാതെ ഇതിന് പുറമേയുള്ള കമ്പോണൻസ് ഉണ്ട്. എക്സ്റ്റേണലായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സ്പീച്ച് പ്രോസസ്സർ, അതായത് നമ്മുടെ പുറമേന്ന് വരുന്ന സൗണ്ട്സ് ഈ മൈക്ക് വഴി റിസീവ് ചെയ്ത് ഈ സ്പീച്ച് പ്രോസസ്സറിലെത്തുന്നു. അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് ഈ മാഗ്നറ്റ് വഴി. അപ്പോൾ ഈ മാഗ്നറ്റ് ഈ പറഞ്ഞ ഈ ഇൻറ്റേർണലി പ്ലേസ് ചെയ്ത മാഗ്നറ്റായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്റ്റേണൽ കമ്പോണൻറ്റ്, ഇതാണ് പുറമേ ധരിക്കുന്ന ഭാഗം. ഇത് ഓപ്പറേറ്റ് ചെയ്ത് അകത്ത് പ്ലേസ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ചെവിയുടെ പുറമേ ഇങ്ങനെ നമ്മൾ ധരിക്കേണ്ടി വരും. എന്നിട്ട് ഈ മാഗ്നറ്റ് നമ്മൾ ഈ സ്കിന്നിനടിയിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഈ മാഗ്നറ്റായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നിട്ട് ഈ മാഗ്നറ്റ് വഴിയാണ് ഈ സിഗ്നൽസ് ആ ഇൻറ്റേർണൽ കമ്പോണൻറ്റിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അതായത് ഒരു എക്സ്റ്റേണൽ കമ്പോണൻറ്റ്, ഒരു ഇൻറ്റേർണൽ കമ്പോണൻറ്റ്,
ഇൻറ്റേർണൽ കമ്പോണൻ്റാണ് നമ്മൾ സർജിക്കലി അകത്ത് പ്ലേസ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഇലക്ട്രോഡ്സ് നമ്മൾ കോക്ലിയയുടെ അകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഈ ഡിവൈസാണ് സൗണ്ട്സ് കളക്ട് ചെയ്യുന്നതും അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും എന്നിട്ട് അത് ഇൻറ്റേർണൽ കമ്പോണൻറ്റിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട്, പല കമ്പനികൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിവൈസസിന് അതിൻ്റെ പ്ലസ് മൈനസ് പോയിൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഫങ്ഷനലി എല്ലാം ഒന്നിനൊന്നിന് നല്ലത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു.